ഹായ് സുഹൃത്തുക്കള്, ഞാനിപ്പോ ഉള്ളത് ചുവന്നമണ്ണ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. എന്റെ ഒരു സുഹൃത്ത് ജോബി നടത്തുണ്ടായിരുന്ന ഒരു ഹോട്ടലിലാണ് ഞാനിപ്പോ ഉള്ളത്. ഇവിടെ വളരെ യാദൃശ്ചികമായിട്ട് അവര് ഒരുപാട് ആഗ്രഹത്തോടും സ്വപ്നത്തോടും കൂടി ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു. ചുവന്നമണ്ണ് സെൻട്രൽ പെട്രോൾ പമ്പിന്റെ അടുത്ത്. വളരെ യാദൃശ്ചികമായിട്ട് ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടേക്ക് കടക്കുന്ന വഴിയിലെ എൻട്രൻസ് അടച്ചുപൂട്ടി. അപ്പോ ഓൾറെഡി ഈ ഹോട്ടലിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് നേരിട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയായി. ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. ഇവർക്ക് കച്ചവടം ഇല്ലാണ്ടായി. ഹോട്ടല് അടച്ചു കൂട്ടേണ്ട അവസ്ഥ വന്നു. അപ്പോ ഈ ഹോട്ടലില് ഇന്നിപ്പോ A to Z സാധനങ്ങളുണ്ട്. അതായത് ഒരു കാറ്ററിംഗ് ആളുകൾക്ക് നടത്താനോ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ പുതിയതായിട്ട് നടത്താനോ അല്ലെങ്കിൽ ഹോട്ടൽ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിരവധി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പുതിയ പുതിയ സാധനങ്ങൾ. അപ്പൊ ആ സാധനങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാം. പുതിയ ഹോട്ടൽ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയിട്ടുള്ള A to Z സാധന സാമഗ്രികൾ ഇവിടെ നിലവിലുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നിലവിൽ ജോബിയെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ജോബിയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ഈ ഹോട്ടലിൽ നിലവിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് നേരിട്ട് കാണാം. ഇപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഈ സാധന സാമഗ്രികൾ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ നമ്മൾ അവരിലേക്ക് എത്തിക്കുക. അപ്പൊ ഇവർക്ക് എത്രയും പെട്ടെന്ന് വിറ്റ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ നേരിട്ട് ജോബിയെ ബന്ധപ്പെടണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സാമഗ്രികളും അതേപോലെ തന്നെ ഫുൾ സാധനങ്ങളും നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഇത്രത്തോളം ടേബിള്, ചെയറ്, അതേപോലെ തന്നെ പുതിയ പാത്രങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഇപ്പം നിലവിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ സുന്ദരമായ ടേബിളുകൾ, അതായത് 4, 5, 6 പേർക്ക് വരെ ഇരുന്ന് ഊണ് കഴിക്കാവുന്ന നല്ല ഗ്ലാസ് ടേബിളുകൾ, അതോടൊപ്പം തന്നെ അതിന്റെ ചെയറുകൾ എല്ലാം ഉണ്ട്. എല്ലാം പുതിയ സാധനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ അദ്ദേഹം ഞാൻ ചോദിച്ചു, ഒരു ചെറിയ ഫാമിലി വന്നിട്ട് ആരെങ്കിലും ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ എടുക്കാൻ കൊടുത്തൂടെ ജോബിയും ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓരോന്നോരോന്ന് കച്ചവടം ചെയ്യാനായിട്ട് ഭേദം ഒറ്റയടിക്ക്, അതായത് ഒരു കാറ്ററിംഗ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ഹോട്ടല് നടത്തുന്ന ആളുകളോ ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് എടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നല്ല കൗണ്ടറുകളാണ്, ക്യാഷ് കൗണ്ടർ. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹോട്ടലിന്റെ ഉള്ളിൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ കൊടുക്കാനുള്ളത്. ഒരുവിധം എല്ലാ സാധനങ്ങളും ഇപ്പൊ നിലവിൽ ഇവിടെ ഉണ്ട്. ഇതിപ്പോ നമ്മൾ കാണുന്നത് ബിരിയാണിക്ക് വേണ്ട പാത്രങ്ങളാണ്. ദം ബിരിയാണിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന പാത്രങ്ങളുടെ ഒരു സെറ്റാണ് ഇപ്പൊ കാണുന്നത്. അതേപോലെ തന്നെ വെള്ളം നമ്മൾ എടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങള്, അതേപോലെ തന്നെ ചോറിനുള്ള പാത്രങ്ങള്, അതുപോലെ ബിരിയാണി കഴിക്കുന്ന പ്ലേറ്റുകള്. ഇത് നമ്മളിവിടെ കാണുന്ന ഒരു സാധനങ്ങളൊക്കെ വെക്കുന്ന, ഈ പലഹാരങ്ങളൊക്കെ വെക്കുന്ന ഒരു ഷെൽഫാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോട്ടലിലേക്ക് ആവശ്യമുള്ള A to Z പാത്രങ്ങൾ, കറികൾ വിളമ്പാൻ, അതുപോലെ തന്നെ കറികൾ പകർത്താൻ, അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും, അതുപോലെ തന്നെ തവികള്, കൈലുകള്, അരിപ്പ, അങ്ങനെ എല്ലാ സാധനങ്ങളും. ഇത് ചായ ആറ്റുന്ന പാത്രം. അതോടൊപ്പം തന്നെ നമ്മളിനി അടുത്ത് കാണാൻ പോകുന്നത് ഫ്രീസറാണ്. അധികം ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. ഇതൊക്കെ കുറച്ച് നാളത്തെ ഉപയോഗം മാത്രമേ നടന്നിട്ടുള്ളൂ. നിർഭാഗ്യവശാൽ അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവരിത് അവസാനിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ 2 ഗ്യാസ് കുറ്റികൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ ഈ കാണുന്നത് ഗ്യാസ് അടുപ്പാണ് ഉള്ളത്. 2 വലിയ ഗ്യാസ് അടുപ്പ്. അതേപോലെ തന്നെ നമ്മുടെ കല്ല്, ദോശ ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള ചപ്പാത്തി പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് അടുപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വീണ്ടും ഗ്യാസ് അടുപ്പുണ്ട്, ഡബിൾ ഗ്യാസ് അടുപ്പ്, വലിയ ഗ്യാസ് അടുപ്പ്. ഇത് ഒരു കൂട്ടം പാത്രങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ട മിക്സിയുടെ ജാറ്, അതോടൊപ്പം തന്നെ
ഇതിലേക്ക് വേണ്ട തവികള്, കൈലുകള്, ചായ തിളപ്പിക്കുന്ന പാത്രം, വലിയ കോരുന്ന ഇത്, അതുപോലെ വലിയ പായസം സാമ്പാറൊക്കെ ഇളക്കിയെടുക്കുന്ന കൈലുകള്. ഇതിൽ ഏറ്റവും എനിക്ക് ഭംഗി ആയിട്ട് തോന്നിയത്, ഭയങ്കര അട്രാക്ഷൻ തോന്നിയത് ഇവിടെ വരുന്ന മേശയും കസാരകളാണ്. അതായത് 4 പേർക്ക് ഒരു വീട്ടിലിരുന്നിട്ട് ഊണ് കഴിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഗ്ലാസിന്റെ മേശയും കസാരയും നിലവിലുണ്ട്. അപ്പൊ അത് 6 പേർക്ക് ഒരു ഫാമിലിയിൽ ഇരിക്കാൻ പറ്റും. അതൊക്കെ ഇവിടെ പുതിയ പുതിയ സാധനങ്ങളാണ്, ഒന്നും കൂടുതൽ അവര് ഉപയോഗിച്ചിട്ടില്ല. അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ഓരോന്നായിട്ട് കൊടുത്തൂടെ ജോബി, വിറ്റ് അവസാനിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ഓരോന്നായിട്ട് വിറ്റ് അവസാനിപ്പിക്കുമ്പോഴും ഇതിങ്ങനെ അവിടെ ഇവിടേക്ക് ആയിട്ട് കുറെ എടുക്കുമല്ലോ. ഭൂരിഭാഗം അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും നല്ലൊരു പാർട്ടി, ഇപ്പൊ ഒരു ഇതേപോലെ ഹോട്ടൽ നടത്തുന്ന ആളുകളോ കാറ്ററിംഗ് ജോബ് അല്ലെങ്കിൽ കാറ്ററിംഗ് നടത്തുന്ന ആളുകളോ നേരിട്ടിട്ട് വന്നെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി കച്ചവടമായി പോകുമല്ലോ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അവര് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഇത് വലിയ അലുമിനിയ പാത്രങ്ങളാണ്. ഒരു ഹോട്ടലിലേക്ക് ആവശ്യമായ എല്ലാ വലിയ വലിയ പാത്രങ്ങളും അതിൻ്റെ അനുയോജ്യമായ മൂടികളുമാണ്. പിന്നെ ഇത് വലിയൊരു പ്രഷർ കുക്കർ. അതുപോലെ തന്നെ ഈ ഹോട്ടലിന്റെ മുമ്പില് ലോട്ടറി കച്ചവടം ഉണ്ടായിരുന്നു. ആ കച്ചവടക്കാർ ഉപയോഗിക്കുന്ന ലോട്ടറി കൗണ്ടർ അടക്കം ഇവിടെ നമുക്ക് വിൽപ്പനയ്ക്കുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഇൻവെർട്ടർ നമ്മൾ കൊടുക്കുന്നുണ്ട്. വലിയ ഒരു ഇൻവെർട്ടർ നമ്മളിവിടെ ഇതിന്റെ കൂടെ അവര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തിരിയുന്ന ഒരു കസേര ഇതിനോടൊപ്പം തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിളുകളാണ്. ടേബിള് 1, 2, 3, 4, 5, 6, 7, 8, 9 9ഓളം ടേബിളുകൾ എടുക്കുന്നുണ്ട് ഇവിടെ. ഇവിടുത്തെ സാധന സാമഗ്രികളും അതേപോലെ തന്നെ ഫുൾ സാധനങ്ങളും നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഇത്രത്തോളം ടേബിള്, ചെയറ്, അതേപോലെ തന്നെ പുതിയ പാത്രങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഇപ്പം നിലവിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വലിയൊരു ടേബിൾ ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും. അത് മരത്തിന്റെയാണ്, കാലൊക്കെ കടഞ്ഞെടുത്തിട്ടുള്ള മരത്തിന്റെ ടേബിൾ കൂടി ഉണ്ട്. അതും അവര് കച്ചവടത്തിനുള്ളതാണ്, കൊടുത്ത് അവസാനിപ്പിക്കാനുള്ളതാണ്. ഇനിയിപ്പോ അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് നിലവിലുണ്ട്. അത് എൽ ജിയുടെ ബ്രാൻഡാണ്. ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജും അവർ ഇതിന്റെ കൂടെ വിറ്റ് അവസാനിപ്പിക്കാൻ പോകുന്നതാണ്. മനുഷ്യന്റെ ജീവിതത്തില് ഏതൊരു സമയത്തും ഒരു ഇടിത്തീ വന്ന് വീഴാന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് നിലവില് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഹോട്ടലിന്റെ അവസ്ഥ. ഈ ഏരിയയിൽ നടക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ, കാരണം ഇങ്ങോട്ട് കടക്കുന്ന എൻട്രൻസ് ഇപ്പൊ നിങ്ങൾക്ക് ഈ വഴി കാണാൻ പറ്റും. ഞാൻ പുറത്തിറങ്ങി ഒന്ന് ഷൂട്ട് ചെയ്യാം. അപ്പോ ആ വഴി ഓൾറെഡി അടച്ചു കെട്ടി നാഷണൽ ഹൈവേ അതോറിറ്റി. ഈ വഴിക്ക് പോകുന്ന വാഹനങ്ങൾക്ക്, ഫാമിലികൾക്ക് ആർക്കും ഇവിടേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ വന്നു. സ്വാഭാവികമായി കച്ചവടം കുറഞ്ഞു. നിലവില് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോ അടച്ചു പൂട്ടേണ്ടി വന്നു. അങ്ങനെയാണ് ഈ വക സാധനങ്ങളൊക്കെ അവര് എത്രയും പെട്ടെന്ന് വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തില് ഇടുത്തി പോലെ വന്നു വീഴുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ ഹോട്ടലിനുള്ളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സ്ഥാപനമൊക്കെ തുടങ്ങാന്ന് പറഞ്ഞാൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ആ സ്ഥാപനം തുടങ്ങുന്നു, അവിടെ ഇത്രയും ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയുടെ പുറത്താണ് ഏതൊരു വ്യക്തിയും ഒരു സ്ഥാപനം ഓപ്പൺ ചെയ്യാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് അർപ്പായിരുന്നു. വീട് എവിടെ? വീട് ഉള്ളിലായിരുന്നു. ഇപ്പോൾ താമസം അവിടെ ഉണ്ട്. കറങ്ങാത്ത പിന്നെ ഡെയിലി വീട്ടിൽ പോയില്ല, ഇവിടെ തന്നെ കിടക്കും. ഞാൻ മണ്ണിലായിരുന്നു. ശേഷം നമ്മള് ഇവിടേക്ക് വന്നു, ചോന്നമണിക്ക് വന്നു. ചോന്നമണി വന്നപ്പോൾ ഒരു 3-4 മാസം നല്ല കച്ചവടം കിട്ടിയിരുന്നു. പിന്നെ ഈ വഴി ബ്ലോക്ക് വന്നപ്പോ കച്ചവടം ഡിമ്പോ ഞാൻ നിർത്തിയിരിക്കുന്നത്. അപ്പൊ സാധനങ്ങളൊക്കെ വഴി ബ്ലോക്ക് ഒരു 1.5 മാസം കഴിഞ്ഞു. 1.5 മാസം കഴിഞ്ഞു. കയറാൻ പറ്റില്ല, വണ്ടി വരാൻ പറ്റിയ ബുദ്ധിമുട്ട് തന്നെ. അവിടെ തിരിഞ്ഞു വരില്ല, വേണ്ടിയത് നേരെ വിട്ടു പോയത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നഷ്ടത്തിൽ വേണ്ടിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് കടം നിർത്താൻ തീരുമാനിച്ചു. അപ്പൊ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന മാതിരി എങ്ങനെയാ വെച്ചാൽ ഇവിടെ കൊടുക്കാനുള്ള തീരുമാനം. വീട്ടിട്ട് കാര്യമില്ലോ. നമ്മളൊരു സ്ഥാപനം എത്ര പ്രതീക്ഷയോടുകൂടി തുടങ്ങണമെന്നുള്ളത് പ്രതീക്ഷന്റെ നമുക്ക് ആ പ്രതീക്ഷയൊക്കെ കൈവിട്ട് പോയി. എല്ലാ സൈഡും പോയി നടക്കിന്. ഈ പറഞ്ഞ ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാർക്കും വലിയ അടിവെച്ച് ചെയ്യുക. അതുപോലെ പെട്രോൾ പമ്പ്, അതുപോലെ SP ടവർ,
രണ്ട് പമ്പുണ്ട് ഇവിടെ. ആ രണ്ട് പമ്പും ഇവിടെ അങ്ങോട്ടുള്ള കച്ചവടക്കാരൊക്കെ വലിയ രീതിയിലാണ്. അപ്പൊ ആർക്കും വലിയ മെച്ചപ്പെട്ട് കയറി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ജോബി നമസ്കാരം. നമസ്കാരം. ജോബിയുടെ മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞു. എന്റെ നമ്പർ 9847071981. ആവശ്യക്കാര് ഈ നമ്പറിൽ വിളിക്കുക. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആവശ്യക്കാര് ജോബിനെ വിളിക്കും. അപ്പൊ റീസണബിൾ റേറ്റിന് എല്ലാ സാധനങ്ങളും ഒറ്റയടിക്ക് വിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ? ഓരോന്നോരോന്ന് നമ്മൾ കൊടുക്കുന്നതിട്ട് ഭേദം എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ? ഇത്രയും പെട്ടെന്ന് ആളുകൾ ജോബി വീഡിയോ കാണുന്ന ആളുകൾ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ റീസണബിൾ റേറ്റിന് കൊടുക്കണം. എത്രയും പെട്ടെന്ന് ഇതൊക്കെ കൊടുത്ത് ജോബിയുടെ മുഖത്തൊരു സന്തോഷം എനിക്ക് കാണാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.